അപ്പോൾ ചില ആളുകളൊക്കെ കമ്മലൊക്കെ പണിയെടുപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കമ്മൽ ഇടുവോ താങ്കൾ? താങ്കൾക്കെതിരെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയല്ലോ പി.വി. അൻവർ. അല്ല, ഞാൻ ആദ്യം അതിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ ഡോക്ടർ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഏറ്റുമുട്ടലായി കാണുന്നില്ല. അത് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആശയങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടമാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുന്ന ഒരു നിലപാട്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏത് നിലയിലുള്ള ഇത്തരം പ്രസ്താവനകളോടും അതേ അർത്ഥത്തിൽ മറുപടി പറയാൻ എന്തായാലും താല്പര്യമില്ല. ഞാനത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ അവസാന നിമിഷമേ കുട്ടി ഇങ്ങനെ കിഴിച്ചു വരുന്ന സമയത്ത് ഇന്നലെ ഇപ്പോൾ ശ്രീനിജനൊക്കെ പറയുന്നത് 554 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു. അത് എക്സിറ്റ് പോളുകളൊക്കെ വരുന്ന പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് കൂട്ടിയാൽ ഏകദേശം എത്രയായിരിക്കും കടക്കാൻ സാധ്യതയുള്ളത്? ഞാൻ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച നിമിഷം മുതൽ ഡോക്ടർ അരുൺ ശ്രദ്ധിച്ചു കാണും, 2021 LDFന് ലഭിച്ച സർവ്വകാല റെക്കോർഡ് വോട്ടുണ്ട് 82,000. അത് മറികടക്കും, ആ റെക്കോർഡ് മറികടക്കും എന്ന് പറഞ്ഞിരുന്നു. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 82,000+ വോട്ട് വാങ്ങി LDF മികച്ച വിജയം നേടും. ഇനിയിപ്പോൾ ഒറ്റ ദിവസമല്ലേ ഉള്ളൂ. നാളെ വോട്ടെണ്ണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം ഇങ്ങനെ പറഞ്ഞു 82,000 കടന്നല്ലോ എന്ന് പറയാലോ. ഈ അങ്ങനെ 82,000 കണക്കാണെങ്കിൽ അതിനൊരു കെമിസ്ട്രി ഉണ്ടാവുമല്ലോ. അതിനൊരു നമ്മൾ വെറുതെ അങ്ങ് പറയല്ലോ, ഇത്രയും പേരെ നേരിട്ട് ഒന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. സർവേ ഏജൻസികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് വരുന്നത് ശ്രീ മുഹമ്മദ് റിയാസ്? ഒരു 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ 5 കൊല്ലം ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയ ജനങ്ങൾക്കൊപ്പം നിന്ന് നടത്തിയ പ്രവർത്തനമുണ്ട്. അത് അവരെന്നെ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ വ്യക്തിപരമായ എന്ത് അധിക്ഷേപം വന്നാലും ജനം അതിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയുന്നത് കൊണ്ടാണ് വ്യക്തിപരമായ അധിക്ഷേപത്തിൽ മൈനോറിറ്റി തിരിച്ച് പ്രതികരിക്കാൻ കാരണമാകുന്നത്. അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ ഒരു അധിക്ഷേപം വന്നു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രവർത്തകർക്കല്ല, ആർക്കായാലും, ഇപ്പോൾ അരുണായാലും പെട്ടെന്ന് നമ്മൾ പ്രതികരിക്കും, വൈകാരികമാവും മനുഷ്യർ. പക്ഷേ അങ്ങനെ ആവാതിരിക്കാൻ കാരണം ജനം അതെങ്ങനെ സ്വീകരിക്കും എന്നുള്ള നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ പൊതുവേ മണ്ഡലത്തിൽ ഈ ബോധ്യമുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു 4 to 5%, ഒരു 40 മുതൽ 50 വോട്ട് മിനിമം, അതിൽ കൂടാനാണ്, പ്ലസ് 4 to 5% വോട്ട് ഒരു MLA ആണെങ്കിൽ ആ MLAയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ടായി മാറും. ഒരു സംശയമില്ല, അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാവും. ആ വോട്ട് തീർച്ചയായിട്ടും വലിയൊരു ശതമാനം പരിപൂർണമായി LDFന് ബേപ്പൂരിൽ ലഭിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.